അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി നിർമ്മാണത്തിൻ്റെ ചരിത്ര കൗതുകങ്ങളാണ് കഴിഞ്ഞ അധ്യായത്തിൽ നാം പറഞ്ഞത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ ഒട്ടകം മുട്ടുകുത്തിയ അതേ സ്ഥലത്ത് സംഭവിച്ച ഒരു സംഭവം എന്ന അർത്ഥത്തിലാണ് നാം നേരെ പള്ളി നിർമ്മാണത്തിലേക്ക് പോയത്. പള്ളി നിർമ്മാണം പൂർത്തിയാകുവാൻ ഏകദേശം 6 മാസമെങ്കിലും വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മഹാനായ അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ച കാലത്തിൻ്റെ കണക്ക് പറയുമ്പോൾ അതിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി നിർമ്മാണം, അതിനുള്ള ഉദ്ദേശം, അതിനുള്ള നീക്കങ്ങൾ ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് അതിനേക്കാൾ അനിവാര്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ള മറ്റു ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അത് മറ്റൊന്നുമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളോടൊപ്പം തൻ്റെ സത്യവിശ്വാസികളായ ഏതാനും കുടുംബങ്ങൾ, ഏതാനും എന്ന് പറഞ്ഞുകൂടാ, ഒരുപാട് പേർ, ഏകദേശം 90ഓളം പേർ അവരുടെ കുടുംബങ്ങളുമായി വന്നിരിക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അവരെല്ലാവരെയും വിളിച്ചു ചേർത്തു എന്നാണ് ചരിത്രം. അവിടെ 90 പേരുണ്ടായിരുന്നു എന്നാണ്. ആ 90 പേരിൽ പകുതി ആൾക്കാർ മുഹാജിറുകളും പകുതി ആൾക്കാർ അൻസാരികളുമായിരുന്നു എന്നും അതിൻ്റെ വിശദീകരണത്തിൽ കാണാം. അവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു വലിയ ദൗത്യം നിർവഹിക്കുകയാണ്. ഇനി നമുക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇനി മദീനയിൽ ചെയ്യാനുള്ളതെല്ലാം ഒരേ ഒരു ആശയമാണ്. അതായത് ഒരു സമ്പൂർണ്ണമായൊരു ഇസ്ലാമിക സാമൂഹ്യത സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പടച്ചുണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, തന്നോടൊപ്പം വന്ന ആൾക്കാരെ പുതിയ സാഹചര്യത്തിൽ, അതായത് മദീന മുനവ്വറയിലെ സാഹചര്യത്തിൽ ലയിപ്പിച്ചെടുക്കുക എന്നതാണ്. അത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട്. ചെയ്യാതെ വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വന്ന സഹാബിമാരിൽ പലരും വലിയ സഹാബിമാരാണ്, വലിയ ഈമാനിൻ്റെയും ഒക്കെ ഉള്ളുറപ്പൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ അവസാനം വന്നവരുണ്ടായിരുന്നു, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരുണ്ടായിരുന്നു, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാർ അവർ മദീനയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും അവർക്ക് കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും വരിക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനെ അത് ഉലച്ച് കളഞ്ഞേക്കാം. ഒരു പക്ഷേ അതൊരു പ്രയാസമാണ്, അതൊരു ഭാഗം. മറുഭാഗത്ത് ഇത്രയും ആൾക്കാർ നമ്മുടെ ഇന്നത്തേതുപോലുള്ള ഒരു രാജ്യത്തേക്കല്ല വന്നിരിക്കുന്നത്. ഇന്ന് വിഭവങ്ങൾ ധാരാളമാണ്. വേണമെങ്കിൽ ഇത്രയും അല്ലെങ്കിൽ ഇതിലധികം ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് അഭയാർത്ഥികളായി സ്വീകരിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും നമുക്കറിയാമല്ലോ, നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം അത് അവർക്ക് തിന്നാൻ കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയിട്ടല്ല, മറ്റൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതുകൊണ്ട് അഭയാർത്ഥികളായി വന്ന ആൾക്കാർ, സ്വഹാബികളായ വിശ്വാസികളായ മുഹാജിറുകളായ ആൾക്കാരെ മദീനയിലെ ജനങ്ങളുമായും അവരുടെ ജീവിത പരിസരവുമായും വളരെ പെട്ടെന്ന് കൂട്ടിക്കെട്ടിയില്ലെങ്കിൽ, വളരെ പെട്ടെന്ന് അവരെ ബന്ധിപ്പിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ അവർക്കിടയിലും, അതായത് മദീനക്കാർക്കിടയിലും മുറുമുറുപ്പുണ്ടായേക്കാം. നമ്മൾ തന്നെ കഷ്ടപ്പാടിലാണ്, നമ്മുടെ കഷ്ടപ്പാടിലേക്ക് മറ്റൊരു കഷ്ടപ്പാട് കൂടി നമ്മൾ വിളിച്ചു വരുത്തി എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. നെഗറ്റീവായ ചിന്തകൾ പലപ്പോഴും സമൂഹത്തിൽ വളരെ ചെറുതായിരിക്കും. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്തരം നെഗറ്റീവായ ചിന്തകൾ അതിവേഗം തീ പിടിച്ചതുപോലെ വളരും. അപ്പം അതിനൊന്നുള്ളൊരു അവസരം നൽകാൻ നബി ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ആദ്യമായി ചെയ്തത് അൻസാരികളെയും മുഹാജിറുകളെയും, വിശ്വാസികളാണ് 2 വിഭാഗം ആൾക്കാരും. മദീനയിലുള്ളവരെയാണ് അൻസാരികൾ എന്ന് പറയുന്നത്, മദീനയിലേക്ക് വന്നവരെയാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. അവർ 2 പേരെയും പരിപൂർണമായും പരസ്പരം ലയിപ്പിച്ചെടുക്കുക. അതിന് മുവാഹാത്ത് എന്നാ പറയുക. താൽക്കാലിക
സൗകര്യപ്പെടുത്തലോ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു അഭയാർത്ഥിത്വമോ ഒന്നുമല്ല, മറിച്ച് അതിനെ ചരിത്രം വിളിച്ചതും നബി വിളിച്ചതും നബി ഉദ്ദേശിച്ചതുമെല്ലാം മുവാഹാത്ത് എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പരസ്പരം അഹുകളാക്കി മാറ്റുക. അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ, ഉദരത്തിൽ നിന്ന് വന്നവൻ. ഞാൻ ഏത് ഗർഭാശയത്തിൽ നിന്ന് വന്നുവോ അതേ ഗർഭാശയത്തിൽ നിന്ന് വന്നവൻ, അതിനാണ് സഹോദരൻ. അപ്പോൾ സഹോദരൻ എന്ന് പറയുന്നത് വലിയ ഒരു അർത്ഥമാണ്, ആശയമാണ്, ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്. ഇങ്ങനെയുള്ള ഈ കാരണങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്താവട്ടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കലാണ്, സമൂഹത്തെ സ്ഥാപിക്കലാണ് നബിയുടെ ഉദ്ദേശം. അതിന് ഇസ്ലാമിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ആണിക്കല്ലാണ് സാഹോദര്യം എന്ന് പറയുന്നത്. സാഹോദര്യം സ്ഥാപിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. നിലവിൽ ജാഹിലിയത്തിലൂടെ വന്നവരാണ് ഇവരെല്ലാം. കുടുംബം, കുലം, നിറം, പ്രതാപം, പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് കശപിശകൾ ഉണ്ടാക്കിയവരാണ് ഇവരെല്ലാം. അതെല്ലാം അവരിൽ നിന്ന് ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ ഒരു സാഹോദര്യം അനിവാര്യമാണ്. അതുകൊണ്ട് നബി ആ അർത്ഥത്തിലേക്ക് കടക്കുകയായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.